വെഞ്ഞാറമൂട് കൂട്ടക്കൊലയായത് അഫ്ഫാന്റെ ലഹരി പരിശോധനാ ഫലം പുറത്തു വന്നു. അപ്പോൾ വേറൊരു ഡ്രഗ്സും യൂസ് ചെയ്തിട്ടില്ല, മദ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇന്നലെ കോഴിക്കോട് സംഭവിച്ചാണ് ഒരു ക്ലബ്ബിൽ തോക്ക് ചൂണ്ടിയാണ്ട് വധഭീഷണി. അവിടെ പോലീസുകാർ വന്നുകൊണ്ട് മാത്രമാണ് അവിടെ ആൾക്കാർക്കൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. ഈ മദ്യം എന്താ ലഹരിയല്ലേ? ഒരു ന്യൂസ് ചാനലിൽ ഒരു റിപ്പോർട്ട് ചെയ്യണില്ലല്ലോ, ഒരു നാട്ടുകാർ ഇതിനെ കുറിച്ചൊന്നും പറയണില്ലല്ലോ. മദ്യം നിർത്തലാക്കണം, ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണെന്ന് പറഞ്ഞാണ്ട്. ഈ MDMA കഞ്ചാവും അതുപോലുള്ള സെയിം സംഭവമാണ്, ആൾക്കാരെ മത്ത് പിടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മദ്യം. എന്തുകൊണ്ട് ഇത് നിർത്തലാക്കണില്ല? ഇത് ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് മാത്രമാണ്, ഗവൺമെന്റ് ഇറക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് മാത്രമാണോ മദ്യം ഇവിടെ നിർത്തലാക്കാത്തത്? ഗവൺമെന്റ് എന്താക്കി കഴിഞ്ഞാൽ അത് നല്ലതാണ്, അതിൽ ലഹരി ഇല്ലാതെ കുടിക്കുന്ന ശരീരത്തിന് നല്ലതാണ് അല്ലേ. ഇപ്പൊ ഈ വർഷം 70 ഔട്ട്ലെറ്റാണ് പുതിയതേ കണ്ട് തുറന്നത്. ഈ 8 കൊല്ലം കൊണ്ട് എത്ര ബാറാണ് ഇപ്പോൾ തുറന്നത് അറിയോ? ഗവൺമെന്റ് എന്ത് ചെയ്താലും അത് നല്ലത് അല്ലേ. ആദ്യം ഈ മദ്യമൊക്കെയാണ് ആദ്യം ഗവൺമെന്റാണ് കാണിച്ചു കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ ലഹരി ഒഴിവാക്കി കാണിച്ചു കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. എല്ലാം ഇത് ആൾക്കാർക്ക് മത്ത് പിടിപ്പിക്കണ എല്ലാം ലഹരിയാണ്, അതിൽ ഈ മദ്യം പെടും. ഈ MDMA കഞ്ചാവ് മാത്രമല്ല, എല്ലാം പെടും. അപ്പോൾ ആദ്യം ഇതൊക്കെ നിർത്തലാക്കാൻ നോക്ക്. ആദ്യം സ്വയം ഗവൺമെന്റ് നന്നായിട്ടല്ലേ ഇങ്ങനെയൊക്കെ നന്നാക്കാൻ നോക്കുക. പിന്നെ ഈ MDMA യൂസ് ചെയ്യണ വലിയ സംഭവം നല്ല കാര്യമൊന്നുമല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ വലിയ എന്താണ് കൊമ്പത്താണെന്നൊക്കെ തോന്നും. ഇതുവരെ അടിച്ച ഒരാളും ഇതിനായിട്ട് ഒരു നല്ല രീതിക്ക് പോയിട്ടില്ല, രക്ഷപ്പെട്ടിട്ടുമില്ല. ആകെ ചത്ത് മലച്ച് മൂലൊക്കെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യമില്ല, നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 1-2 മണിക്കൂർ ഒരു പവർ ഉണ്ടാവും, അത് മാത്രം ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളില്ല, നിങ്ങൾ ഓടിയെത്തൂല. ഈ അടിച്ചുകൊണ്ട് ഒരാൾ ഇതുവരെയായിട്ട് ഒരാൾ രക്ഷപ്പെട്ടെന്നുണ്ടെന്ന് കാണിച്ചതാണ്. ഈ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്താണ്ട് ഒരാൾ ഇവിടെ ഓടിയെത്തിയിട്ടില്ല.